ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥ രസവാഹിനി അധ്യായം 12. രാമന് നിഴലായി സീതയും. സീത പ്രവേശന കവാടത്തിലേക്ക് ഉറ്റുനോക്കുകയായിരുന്നു. കാരണം കൈകേയിയുടെ കൊട്ടാരത്തിൽ നടന്നത് എന്താണെന്നറിയുവാൻ അവർക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. സീത അനശനവ്രതവും നിർനിദ്രാവ്രതവും അനുഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. ചന്ദനം, പുഷ്പങ്ങൾ, ധാന്യങ്ങൾ തുടങ്ങിയ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു തളികയിൽ തയ്യാറാക്കി വച്ചിരുന്നു. ആഘോഷശാലയിലേക്ക് തൻ്റെ നാഥനെ അനുഗമിക്കുന്നതിൽ താൻ കാരണം കാലതാമസം ഒട്ടും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. രാമൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് അവരുടെ ഹൃദയം ശക്തിയായി ഇടിക്കുന്നുണ്ടായിരുന്നു. അടുത്തു വരുന്ന മഹനീയ അവസരത്തിൻ്റെ ആനന്ദം ദേവിയുടെ ചുറ്റുമുള്ള പരിചാരകന്മാരെയും പരിചാരികമാരെയും കീഴടക്കി കഴിഞ്ഞിരുന്നു. രാമൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വീശിക്കാണിക്കുന്നതിനായി ഉജ്ജ്വലിപ്പിച്ച ദീപങ്ങളുമായി സുന്ദരികളായ കന്യകമാർ ഒരുങ്ങി നിന്നു. അതീവ ഭംഗിയോടെ പ്രശോഭിക്കുന്ന അലങ്കൃതമായ സഭാതലത്തിൽ പെട്ടെന്ന് രാമൻ അകമ്പടിയൊന്നുമില്ലാതെ നമ്രശിരസ്കനായി നഗ്നപാതനായി കടന്നു വന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. സീത തൻ്റെ നാഥൻ്റെ സമീപത്തേക്ക് വേഗം ചെന്നു. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സീതയ്ക്ക് കഴിഞ്ഞില്ല. കാറ്റിൽ ഇല എന്നതുപോലെ അവരുടെ ശരീരം വിറപൂണ്ടു. അവർ ചുണ്ടുകൾ കടിച്ചു. തൻ്റെ ഭയം വിഴുങ്ങി. നാഥ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എന്താണ് ഇങ്ങനെ? ഈ ദിവസം ദേവഗുരുവായ ബൃഹസ്പതിക്ക് സമർപ്പിതമായ ദിവസമാണ് എന്നങ്ങ് പറഞ്ഞു. ഇത് വളരെ ശുഭമുള്ള ദിവസമാണ്. പുഷ്യനക്ഷത്രമാണ്. ഈ സാമ്രാജ്യത്തിലെ യുവരാജാവായി അങ്ങ് അഭിഷിക്തനാവുക ഇന്നാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു. രത്നഖചിതമായ 100 വില്ലുകളുള്ളതും സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന മുത്തുകളുള്ളതുമായ വെൺകൊറ്റക്കുട അങ്ങയുടെ ദിവ്യസുന്ദരമായ ശരീരത്തിന് മുകളിൽ നിവർത്തിപ്പിടിച്ച് കാണാത്തത് എന്താണ്? ചന്ദ്രന്മാരെന്ന് തോന്നിക്കുന്ന തൂവൽ പോലെ ശുദ്ധവും മിനുസവുമുള്ള വെഞ്ചാമരം എവിടെ? അവയും എന്താണ് അങ്ങയുടെ കൂടെ ഇല്ലാത്തത്? അങ്ങ് ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കേണ്ട കൊട്ടാരം ഗായകന്മാർ മിണ്ടാതിരിക്കുന്നത് എന്ത്? അല്ലയോ പ്രഭു, വൈദികാചാര്യന്മാരായ ബ്രാഹ്മണർ മന്ത്രഭൂതമാക്കപ്പെട്ട തേനും തൈരും അങ്ങയുടെ ശരീരത്തിൽ പൂശാത്തത് എന്താണ്? പതിവിനനുസരിച്ച് മന്ത്രിമാർ, സാമന്ത രാജാക്കന്മാർ മുതലായവർ അങ്ങയെ അനുഗമിക്കാത്തത് എന്താണ്? ആ ഗംഭീരമായ രാജകീയ ഗജവീരൻ ശത്രുഘ്നൻ സഞ്ചരിക്കുന്ന ഒരു പർവ്വത ശൃംഗം പോലെ വീതിയിൽ കൂടി കൂറ്റൻ കറുത്ത മേഘം ഒഴുകുകയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ആ മൃഗമുഖ്യൻ അങ്ങയുടെ ആഗമനം അറിയിച്ച് ആദ്യം വരണമല്ലോ. അവൻ എവിടെ? സീത ചോദ്യങ്ങൾ വർഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവയ്ക്കെങ്ങനെ മറുപടി പറയേണ്ടതെന്ന് രാമന് ഒരെത്തും പിടിയും കിട്ടിയില്ല. അല്പം ചില വാക്കുകൾ കൊണ്ട് എളുപ്പം വിശദീകരിക്കാൻ സാധിക്കാത്ത കാര്യമായിരുന്നു അത്. അതുകൊണ്ട് രാമൻ അന്തഃസഭാ തലത്തിലേക്ക് പ്രവേശിച്ച് സീതയെ അടുത്ത് വിളിച്ചു നിർത്തി. അവിടുന്ന് പറഞ്ഞു, സീതേ, ബഹുമാന്യനായ പിതാവ് ഈ ശുഭമുഹൂർത്തത്തിൽ എന്നെ കാട്ടിലേക്ക് അയക്കണമെന്ന് ഇച്ഛിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞ ഉടൻ അനുസരിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു. സീത ഈ വാക്കുകൾ കേട്ടു. പക്ഷേ അവ സത്യമായിരിക്കുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദേവി ചോദിച്ചു, പ്രഭോ, കാട്ടിലേക്കോ? ഈ നാട് കടത്തൽ എന്ന ശിക്ഷ അർഹിക്കുന്ന എന്ത് കുറ്റമാണങ്ങ് ചെയ്തത്? നീതിയുടെ മൂർത്തിമത് ഭാവമാണ് ദശരഥൻ. അദ്ദേഹം ധർമാത്മാവാണ്. ന്യായമായ കാര്യങ്ങളിലല്ലാതെ അദ്ദേഹം ഒരു കൽപ്പനയും പുറപ്പെടുകയില്ല. കാട്ടിൽ താമസിക്കുക എന്ന ആ ആജ്ഞയുടെ യഥാർത്ഥമായ ആവശ്യമെന്ത്? ഇതിൻ്റെ അന്തരാർത്ഥമെന്ത്? ദേവിയുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ രാമൻ മന്ദഹസിച്ചു. അവിടുന്ന് മറുപടി പറഞ്ഞു, സീതേ, അച്ഛൻ പണ്ട് കൈകേയി മാതാവിന് 2 വരങ്ങൾ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. ആ പ്രതിജ്ഞ ഇതുവരെ നിറവേറ്റപ്പെട്ടിരുന്നില്ല. അവർ ആ വരങ്ങൾ ഇതുവരെ ആവശ്യപ്പെട്ടിരുന്നുമില്ല. ഇന്ന് അവർ ആ 2 വരങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അവയിൽ ആദ്യത്തേത് ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്നും രണ്ടാമത്തേത് ഞാൻ ജടാവൽക്കലങ്ങൾ ധരിച്ച് വനത്തിൽ പോയി 14 കൊല്ലം താമസിക്കണമെന്നുമാണ്. അച്ഛൻ പരമമായ ധർമ്മനിഷ്ഠയുള്ള ആളാണല്ലോ. അദ്ദേഹം ഒരിക്കൽ കൊടുത്ത വാക്കിന് എതിരായി പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ധർമ്മത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് അതിന് സമ്മതിക്കുകയും ചെയ്തു. നാട് വിടുന്നതിന് മുമ്പ് നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി. ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചവളാണ് നീ. എല്ലാ ധർമ്മനീതികളുടെയും ലക്ഷ്യങ്ങളുടെയും വില നിനക്കറിയാം.
നിനക്കറിയാമല്ലോ. ഉന്നതമായ ധർമ്മത്തിൻ്റെ ആന്തരിക നിഗൂഢതകൾ ശരിക്കും പഠിച്ചറിഞ്ഞ ജനക മഹാരാജാവാണ് നിന്റെ പിതാവ്. നീയും ധർമ്മപദത്തിൽ അണുപോലും തെറ്റാതെ നടക്കുന്നവളാണ്. എനിക്ക് ഇന്നു തന്നെ വനത്തിലേക്ക് പോകണം. അനേകം തലമുറകളിൽ കൂടി തനിക്ക് പിന്തുടർച്ചയായി ലഭിച്ച ഈ സാമ്രാജ്യം ദശരഥൻ ഭരതന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ അവനാണ് ഈ രാജ്യത്തിൻ്റെ അധീശൻ. കിരീടധാരണം കഴിഞ്ഞ ഉടൻ തന്നെ അവർ അനുഗ്രഹത്തിനു വേണ്ടി നിന്റെ അടുത്തേക്ക് വരും. എൻ്റെ ഭ്രാതാവിൻ്റെ മുന്നിൽ വച്ച് നീ എന്നെ സ്തുതിക്കരുത്. എന്നെ വനത്തിലേക്ക് അയച്ചതിലുള്ള യാതൊരു അസന്തുഷ്ടിയും ദുഃഖത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുകയും അരുത്. അവനെ നിസ്സാരമാക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. തങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ രാജാക്കന്മാർ വിലമതിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ സ്തുതിക്കുകയോ അവനെ അധിക്ഷേപിക്കുകയോ ചെയ്യരുത്. അവൻ എൻ്റെ അനുജനാണ്, നിൻ്റെ ദേവരനുമാണ്. പക്ഷേ അതെല്ലാം ഭൗതികമായ ബന്ധത്തെ സംബന്ധിക്കുന്നത് മാത്രം. രാജ്യത്വത്തെ സംബന്ധിച്ചു നോക്കുമ്പോൾ ഭരതൻ നിൻ്റെയും എൻ്റെയും രാജാവാണ്. അവൻ അർഹമായ ആദരവ് നൽകണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവന് യാതൊരു സന്തുഷ്ടിയോ സങ്കടമോ ഉണ്ടാവാൻ കാരണമാവരുത്. സുന്ദരി, ഭരതൻ്റെ മാത്രമല്ല അച്ഛനായ ദശരഥൻ്റെയും നിർദ്ദേശങ്ങൾ നീ അനുസരിക്കണം. ഞാൻ പോകുന്നത് കാരണം അവാച്യമായ പ്രാണവേദന അനുഭവിക്കുന്ന കൗസല്യ മാതാവിനെ ശുശ്രൂഷിക്കണം. അവരുടെ ദുഃഖം അകറ്റുന്നതിനുള്ള എല്ലാ ഉചിത നടപടികളും കൈക്കൊള്ളണം. മറ്റ് രണ്ടമ്മമാരെയും കൈകേയിയെയും സുമിത്രയെയും നീ അനുസരിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യണം. സീതേ, ഭരതനും ശത്രുഘ്നും എനിക്ക് എൻ്റെ ശ്വാസം പോലെ പ്രിയപ്പെട്ടവരും എനിക്ക് ഏറ്റവും അടുത്തവരുമാണ്. നിന്റെ സ്വന്തം സഹോദരന്മാരോടെന്ന പോലെ അവരോട് പെരുമാറുക, അല്ലെങ്കിൽ പ്രേമപൂർവ്വം മക്കളെപ്പോലെ നോക്കണം. ഓ മോഹനാംഗി, ഞാൻ ഇവിടെ ഇല്ല എന്ന കാരണം കൊണ്ട് ഈ സ്ഥലം വിട്ട് നീ മിഥില നഗരിയിലേക്ക് പോയി താമസിക്കരുത്. അമ്മയുടെയും അച്ഛൻ്റെയും ഹൃദയങ്ങളിൽ നിന്നും ദുഃഖം അകറ്റിക്കളയുവാൻ ലഭിക്കാവുന്ന മാർഗങ്ങളെല്ലാം അവലംബിച്ച് അവർക്ക് സുഖം നൽകിക്കൊണ്ട് അയോധ്യയിൽ തന്നെ നീ കഴിയണം. പ്രേമം കൊണ്ടും ശ്രദ്ധ കൊണ്ടും അവരിൽ സുഖവും ധൈര്യവും സംതൃപ്തിയും ഉണ്ടാക്കണം. സീതയുടെ ധർമ്മങ്ങളെ സംബന്ധിച്ച് രാമൻ ഉപദേശിച്ചു കൊണ്ടിരിക്കെ സീതയ്ക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. വാദത്തിൻ്റെ ഗതിമാറ്റം കണ്ട് അവർക്ക് ലജ്ജാബോധമുണ്ടായി. ദേവിക്ക് അധിക നേരം നിശബ്ദയായിരിക്കാൻ കഴിഞ്ഞില്ല. അവർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമ, അങ്ങ് ദശരഥൻ്റെ മകനാണ്. ഞാനൊരിക്കലും തന്നെ ആ വംശത്തിന് അർഹമല്ലാത്ത വാക്കുകൾ അങ്ങയുടെ നാവിൽ നിന്നും കേട്ടിട്ടില്ല. അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി, പുത്രൻ, നുഷ എല്ലാവർക്കും തന്നെ താങ്കൾ ചെയ്ത ദുഷ്കൃതങ്ങൾക്കനുസരിച്ച് ഒരളവോളം സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടതുണ്ട്. എന്നാൽ ഭാര്യയ്ക്ക് നല്ലതായാലും തീയതായാലും ഒരു ഭാഗധേയത്തിൻ്റെ പ്രത്യേക ഉറവിടമുണ്ട്. അതായത് ഭർത്താവിനുണ്ടാകുന്ന സുഖദുഃഖങ്ങളിൽ ഒരു പങ്ക്. അദ്ദേഹത്തിൻ്റെ സുഖദുഃഖങ്ങളുടെ ഒരു ഭാഗത്തിന് അവൾ അവകാശിയാണ്. അതുകൊണ്ട് ദശരഥ ചക്രവർത്തി അങ്ങയോട് കാട്ടിലേക്ക് പോകാൻ ആജ്ഞാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എനിക്കും അതേ ആജ്ഞ നൽകിയിരിക്കുകയാണ്. ഒരു സ്ത്രീ അമ്മയാലും അച്ഛനാലും പോറ്റി വളർത്തപ്പെടാം, പുത്രനാൽ ബഹുമാനിക്കപ്പെടാം, ദാസികളാൽ പരിചരിക്കപ്പെടാം. പക്ഷേ അവർ ഒരിക്കലും തന്നെ അവരുടെ രക്ഷാകവചമോ സഹായമോ ആയിക്കൂടാ. അവിടുന്ന് എന്നെ തൃപ്തിപ്പെടുത്താനായി തരാൻ ശ്രമിക്കുന്ന ഈ കളിക്കോപ്പുകൾ എന്നിലൊരു തമാശ പോലും ഉളവാക്കുന്നതേയില്ല. വിവാഹത്തിനു മുമ്പുള്ള വർഷങ്ങളിൽ അച്ഛൻ എന്നെ എല്ലാ ധർമ്മങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അജ്ഞാനിയോ അധികാരമോഹിയോ അല്ല. ഇതിലെല്ലാം ഉപരി ഞാൻ പറയട്ടെ, എൻ്റെ സ്വന്തം അഭിപ്രായമാണെന്ന് കരുതി ഞാൻ ഒരിക്കലും അതിൽ മുറുകെ പിടിച്ചു നിൽക്കുകയുമില്ല. എൻ്റെ പ്രത്യേക ധർമ്മങ്ങളെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരേണ്ടതില്ല, കാരണം എനിക്കതെല്ലാം അറിയാം. ഞാൻ അയോധ്യയിൽ നിൽക്കുന്നുണ്ടെങ്കിലല്ലേ ഭർത്താവിൻ്റെ മാതാപിതാക്കളോടും സഹോദരന്മാരോടും രാജ്യഭരണം നടത്തുന്നവരോടും എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു തരേണ്ടതുള്ളൂ. എന്നാൽ ഞാൻ അങ്ങയുടെ കൂടെ ആകുമ്പോൾ അന്യരുടെ സേവനത്തിനായി എനിക്ക് അവസരം എവിടെ? ഞാൻ പരിപൂർണമായ സന്തോഷത്തോടുകൂടി അങ്ങയുടെ കൂടെ വരികയാണ്. വളരെ കാലമായി കുറേ വർഷം കാട്ടിൽ കഴിയണമെന്ന് നിറവേറ്റപ്പെടാത്ത ആഗ്രഹമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നാഥനോടുകൂടി ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ഒരവസരം കൈവന്നിരിക്കുന്നു. അത് എൻ്റെ ഭാഗ്യമാണ്. ഈ ഗൗരവമുള്ള കാര്യത്തിൽ എൻ്റെ അഭിപ്രായഗതി പ്രകാശിപ്പിക്കരുതെന്ന് അങ്ങ് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനത് ശ്രദ്ധിക്കുകയില്ല. ഞാൻ അങ്ങേ അനുസരിക്കാതിരിക്കുകയാണെന്നതിൻ്റെ എൻ്റെ നേരെ ക്രോധവും ഉണ്ടാവരുത്. ഒരു കവിൾ കുടിച്ച് ശേഷമുള്ള ജലം കളയുന്നത് പോലെ എന്നെ ഇവിടെ വിട്ടുപോകുന്നത് ന്യായമോ ശരിയോ അല്ല. എൻ്റെ വാക്കു വിശ്വസിക്കൂ. ഞാൻ ഒറ്റയ്ക്ക് ഒരു നിമിഷം പോലും
അയോധ്യയിൽ ജീവിതം തുടരുകയില്ല, എന്നെയും കൂടെ കൊണ്ടുപോകും. ഈ വാക്കുകളോടെ സീത രാമൻ്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ചു. അവിടുന്ന് യുവരാജാവായി അഭിഷിക്തനായിട്ടില്ല എന്നതുകൊണ്ട് എനിക്ക് തെല്ലും വ്യസനമില്ല. അങ്ങ് അഭിഷിക്തനായാലും ഇല്ലെങ്കിലും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. രാമൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ സാമ്രാജ്യം, അവിടെയാണ് എൻ്റെ നിധി, അതാണ് എൻ്റെ പ്രഭാവം. അവൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വനജീവിതം ഭയപ്രദവും ആപൽക്കരവുമാണെന്ന് രാമൻ പറയുന്നു. വന്യമൃഗങ്ങൾ, അവയേക്കാൾ അപരിഷ്കൃതരായ കാട്ടുമനുഷ്യർ, അസുരപ്രകൃതികളായ കൊള്ളക്കാർ, കവർച്ചക്കാർ എന്നിവരാൽ ഭയങ്കരമാണ് കാട്. കാട്ടിൽ നദികളിലെ വെള്ളപ്പൊക്കത്തെ നേരിടേണ്ടി വരാം. മുള്ളുകൾ നിറഞ്ഞു മുരടിച്ച് വളർന്ന് നിബിഡമായി കിടക്കുന്ന ചെടികൾ ചവിട്ടിക്കടക്കണം. സീതയ്ക്ക് ഇത്തരം സ്ഥലങ്ങൾ സഞ്ചരിച്ച് ശീലമില്ലാത്തതുമൂലം വളരെ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുമെന്നും രാമൻ പറഞ്ഞു. സീതയെ വിഷമിപ്പിക്കാനിരിക്കുന്ന മറ്റു പല രൂപത്തിലുള്ള ഭയത്തെയും ഉത്കണ്ഠയെയും കുറിച്ച് അവിടെ നിന്നും വിവരിച്ചു. പക്ഷേ സീത തൻ്റെ തീരുമാനത്തിൽ നിന്നും ഇളകിയില്ല. സീത മറുപടി പറഞ്ഞു, പ്രഭോ, ജന്തുക്കൾ എത്രത്തോളം ക്രൂരമുള്ളതായാലും വനം എത്രത്തോളം നിബിഡവും ഭയപ്രദവുമായാലും അങ്ങ് എന്നോടൊന്നിച്ചുണ്ടാവുമ്പോൾ എന്തൊരു പീഡയാണ് അവയ്ക്ക് എന്നിൽ ഏൽപ്പിക്കാൻ കഴിയുക. എനിക്ക് വനമാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കാനാവും, അത് എനിക്കൊരു ഉപദ്രവമാകുകയില്ല. അങ്ങയുടെ സുഖസഞ്ചാരത്തിനായി വഴിയൊരുക്കുന്നതിന് എന്നോട് മുമ്പിൽ നടക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടാൽ ഞാൻ കൂടുതൽ സന്തുഷ്ടയാവും. അങ്ങയുടെ വേദന ലഘൂകരിക്കുന്നതിന് വേണ്ടി ഞാൻ കല്ലും ചരലും പറക്കി ദൂരെ എറിഞ്ഞ് അങ്ങയുടെ യാത്ര സുഗമമാക്കാം. ഈ സേവനം ചെയ്ത് സന്തോഷിക്കത്തക്കവണ്ണം അങ്ങയോടൊന്നിച്ച് വരാൻ എന്നെ അനുവദിക്കൂ. ഇവിടെ ഈ അയോധ്യയിലെ രാജധാനിയിലും അന്തഃപുരത്തിലും എനിക്ക് അങ്ങയെ ശുശ്രൂഷിക്കാനും സേവിക്കാനും സൗകര്യം കിട്ടാറില്ല. പരിചാരകന്മാരും അംഗരക്ഷകന്മാരും അങ്ങയ്ക്ക് വേണ്ടപ്പെട്ട എല്ലാ സേവനങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അസ്വാസ്ഥ്യവും ദുഃഖവും ഉണ്ടായി. കാട്ടിൽ പരിചാരകനോ അംഗരക്ഷകനോ ഉണ്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സേവനങ്ങളും ഞാൻ തന്നെ ചെയ്ത് എനിക്ക് സന്തോഷിക്കാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പ്രഭു, എൻ്റെ ജീവിതം വിലയുള്ളതാക്കി ആ പ്രഭാപൂർണമായ സൗകര്യം എനിക്ക് അനുവദിക്കൂ. സീത കരുണയ്ക്കും നീതിക്കും വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് പല രീതിയിലും അപേക്ഷിച്ചു. രാമൻ ദയാർദ്ര ചിത്തനായി. അദ്ദേഹം പറഞ്ഞു, സീതേ, വനജീവിതം നിന്നെ സന്തോഷിപ്പിക്കുകയില്ല. വരാനിരിക്കുന്ന ദിവസങ്ങൾ നിനക്ക് ധാരാളം കഷ്ടതകൾ സഹിക്കേണ്ടി വരും. കാടുകളിലെ ഭീകരതകളെ സംബന്ധിച്ചും അവിടെ അനിവാര്യമായി നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെ സംബന്ധിച്ചും രാമൻ വിസ്തരിച്ചു. സീത ഉറച്ചു തന്നെ നിന്നു. രാമ, അങ്ങയുടെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ ഞാൻ ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല. എന്നോട് പറയാൻ അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് എന്തോ ഒരു പ്രതിബന്ധം നമുക്കിടയിലുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു. ബ്രഹ്മചര്യപദം അവലംബിക്കുന്ന ഒരാളുടെ കർത്തവ്യമായിട്ടുള്ള ഉഗ്രനിഷ്ഠകൾ അങ്ങയോടൊപ്പം ഞാനും ആചരിക്കുന്നതാണ്. ഞാനും ഫലമൂലാദികൾ ഭക്ഷിച്ച് ജീവിക്കും, സുഗന്ധവസ്തുക്കൾ ഉപേക്ഷിക്കും. വനകുസുമങ്ങളിൽ നിന്നും വരുന്ന സൗരഭ്യമേ നാം ഉൾക്കൊള്ളുകയുള്ളൂ. ലക്ഷക്കണക്കിന് ജനങ്ങളെ ആപത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിച്ച ഇക്ഷ്വാകു വംശത്തിലെ അംഗമാണ് അവിടുന്ന്. എന്നെ ശത്രുക്കളിൽ നിന്നും അവിടത്തേക്ക് കാത്തുരക്ഷിച്ചുകൂടെ? അവിടുന്ന് അത്രയും ദുർബലനാണോ? ഞാൻ അങ്ങയെ ക്ലേശിപ്പിക്കുകയില്ല. ഞാൻ വഴി അങ്ങേക്ക് ഏറ്റവും ചെറിയ ശല്യം പോലും ഉണ്ടാവുകയില്ല. പ്രഭോ, എനിക്ക് അങ്ങയെ അനുഗമിക്കാതെ കഴിയുകയില്ല. ഞാൻ അങ്ങയുടെ പാദത്തിൽ കിടന്നുറങ്ങിക്കൊള്ളാം. എനിക്കതിൽ പരിപൂർണമായ ആനന്ദമുണ്ടാകും. രാമ, ഞാൻ അങ്ങയെ അല്ലാതെ വേറെ ഒരാളെ അറിയുകയില്ല. അങ്ങയിൽ നിന്നും അകന്ന് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്ക് സാധ്യവുമല്ല. ശരി, അങ്ങയുടെ തീരുമാനം തന്നെ മുറുകെ പിടിച്ച് എന്നെ അയോധ്യയിൽ വിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങ് കാട്ടിലെത്തുന്നതിന് മുമ്പ് സീത അന്ത്യശ്വാസം വലിച്ചിരിക്കും. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കൂ. ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ സീതയുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. രാമൻ ദേവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, സീതേ, നീ ധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തമായ അനുഗാമി തന്നെ. ഇവിടെ നിന്റെ ധാർമ്മികമായ ഗുണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് നിനക്ക് ഏറ്റവും നന്നായിരിക്കുക. നിന്റെ ഇച്ഛകൾ അനുശാസിക്കുന്നത് പോലെ നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറാൻ നിനക്ക് സ്വാതന്ത്ര്യവുമില്ല. എൻ്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നിന്റെ ധർമ്മം. അതുകൊണ്ട് നിന്റെ ഈ ആശയം ഉപേക്ഷിക്കൂ. ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. കാട്ടിൽ നിന്നെ കാത്തുരക്ഷിക്കുക എന്നത് എനിക്കൊരു ഭാരമായിരിക്കും തീർച്ച. ഉന്നത ഗിരിശൃംഗങ്ങളിൽ നിന്നും ഉരുണ്ടിറങ്ങി വരുന്ന നദികൾ, ഗുഹാതലങ്ങളിൽ വസിക്കുന്ന വന്യമൃഗങ്ങൾ, കുന്നുകളിലും താഴ്വരകളിലും സ്വൈര്യവിഹാരം നടത്തുന്ന സിംഹങ്ങളും വ്യാഘ്രങ്ങളും ഇവയെല്ലാം കീഴടക്കണം. വെള്ളപ്പൊക്കമുള്ള നദികൾ ഇറങ്ങി നടന്ന് കടക്കേണ്ടി വരും. വലിയ ഉരുളൻ പാറക്കല്ലുകളിൽ നിന്നും പാറക്കെട്ടുകളിൽ നിന്നും താഴെ ചാടേണ്ടി വരും. ഈ വിഷമതകളെല്ലാം പരിഗണിച്ച് നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഇത്രയും ശക്തമായ ഭാഷയിൽ നിന്നോട് പറയേണ്ടതുണ്ട്. ജഡ വളർത്തി വരും,
വരും, മരവുരി ധരിക്കേണ്ടി വരും, ജട വളർത്തേണ്ടി വരും, മരവുരി ധരിക്കേണ്ടി വരും. ഞങ്ങൾ പുരുഷന്മാർക്ക് സന്ധ്യാകർമ്മങ്ങൾ നിർവഹിക്കേണ്ടതിനായി നദികളിലേക്കോ തടാകങ്ങളിലേക്കോ പോകേണ്ടി വരും. ആ സമയത്ത് നീ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ സംഭവിച്ചേക്കാവുന്ന ആപത്തുകളിൽ നിന്ന് നിന്നെ ആര് കാക്കും? എന്ത് ആപൽഘട്ടം നേരിട്ടാലും നമുക്ക് സന്ധ്യാകർമ്മങ്ങളെ മുടക്കാൻ സാധ്യമല്ല. അത്ര നിശിതമാണ് ആ നിയമമെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെ എല്ലാ ദിവസവും നിനക്ക് കുറേ സമയം ഏകാകിനിയായി കഴിയേണ്ടി വരും. അത്തരം സമയങ്ങളിൽ എന്തു സംഭവിക്കുമെന്ന് എനിക്ക് പറയാനാവുകയില്ല. വനജീവിതത്തിൻ്റെ ഭയങ്കര രംഗങ്ങളെ ചിത്രീകരണം സീതയുടെ മുമ്പിൽ വയ്ക്കാൻ രാമൻ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും സീതയെ തെല്ലും ബാധിച്ചില്ല. ദേവി പറഞ്ഞു, രാമ, ഏതോ കുഗ്രാമത്തിലെ മൂലയിലെ ശുദ്ധഗതിക്കാരിയായ ഒരു കേവല സ്ത്രീയാണ് ഞാനെന്ന് കരുതരുത്. ഞാൻ ശാസ്ത്ര തത്വങ്ങൾ ഒന്നും അറിയാതെ വിവരമില്ലാത്ത വിഡ്ഢിയുമല്ല. എന്നോട് എന്തിനീ കാര്യങ്ങളൊക്കെ പറയുന്നു? അങ്ങയുടെ സാമർത്ഥ്യത്തെയും പരാക്രമങ്ങളെയും സംബന്ധിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ ഭൂമിയിൽ മാത്രമല്ല 14 ലോകങ്ങളിലും അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ അങ്ങ് ഈ രാമൻ എന്നോടൊപ്പമുള്ളപ്പോൾ എന്നെ എന്തു ഭീതി അലട്ടാനാണ്? ശരി, ഒരു വന്യമൃഗം എന്നെ ആക്രമിച്ച് ഞാൻ അതിനിരയായാൽ മറ്റു വല്ലയിടങ്ങളിൽ നിന്നുമല്ലാതെ അങ്ങയുടെ സന്നിധിയിൽ വെച്ച് മരണമടയുന്നു എന്ന സന്തുഷ്ടി എനിക്കുണ്ടാകും. ഞാൻ സന്തോഷത്തോടെ മരിക്കുകയും ചെയ്യും. അങ്ങയിൽ നിന്നും വിട്ടിട്ടാണ് ജീവിക്കേണ്ടതെങ്കിൽ ഞാൻ ജീവിക്കാൻ തന്നെ തയ്യാറാവുകയില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ചെയ്യാനാവുകയില്ല എന്നങ്ങ് പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണബോധത്തോടു കൂടിയാണോ അത് പറഞ്ഞത്? അല്ല, അതെന്നെ പരീക്ഷിക്കാനുള്ള അഭിപ്രായം മാത്രമായിരിക്കുന്നുവോ? എനിക്ക് അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങയുടെ അർത്ഥമാണ്. അങ്ങയുടെ പകുതി എന്ന് എന്നെ വിളിക്കുന്നത് എൻ്റെ അവകാശമാണ്. അങ്ങേക്കും അതേ അവകാശമുണ്ട്. അതാണ് സത്യം. അങ്ങും പൂർണ്ണ സ്വതന്ത്രനല്ല, ഞാനുമല്ല. അങ്ങേക്ക് എൻ്റെ മേലുള്ള അവകാശം തന്നെ എനിക്ക് അങ്ങയുടെ മേലും ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി വാദിക്കുന്നില്ല. എപ്പോഴും അവിടുത്തെ അടുത്തുണ്ടാവുക, അവിടുത്തെ സന്നിധിയിലായിരിക്കുക, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹങ്ങളിൽ നിന്നാണ് എൻ്റെ വാക്കുകൾ ഉയർന്നു വരുന്നത്. സീതയുടെ ദൃഢനിശ്ചയമുള്ള വാക്കുകൾ ശ്രദ്ധിച്ച ശേഷം രാമൻ പറഞ്ഞു, സീതേ, നീ അധികാരങ്ങളുടെയും അവകാശങ്ങളുടെയും സങ്കീർണതകളിൽ നിന്നെ തന്നെ കുടുക്കിയിരിക്കുകയാണ്. ഞാൻ കാട്ടിലേക്ക് പോയാൽ വൃദ്ധരായ മാതാപിതാക്കൾ എന്നെ ചൊല്ലി വിലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിനക്ക് അവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയും. അതാണ് നിൻ്റെ ധർമ്മം. ഓരോ ഘട്ടത്തിൻ്റെയും ആവശ്യങ്ങൾക്കനുസൃതമായി നീ പ്രവർത്തിക്കണം. അവരുടെ കൂടെ ഒന്നിച്ചിരിക്കൂ, അവരെ ശുശ്രൂഷിക്കൂ. അതാണ് എന്നെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നത്. തൻ്റേത് അവസാന തീരുമാനമാണെന്ന നിലയിലും ആജ്ഞയുടെ സ്വരത്തിലുമാണ് രാമൻ സംസാരിച്ചത്. പക്ഷേ സീത മന്ദസ്മിതത്തോടു കൂടിയാണ് അതിനുത്തരം പറഞ്ഞത്. ഇതേ മാതാപിതാക്കൾക്ക് ജനിച്ച പുത്രൻ അവരെ കഠിന ദുഃഖത്തിൽ അഴ്ത്തിക്കൊണ്ട് വജ്രം പോലെ കടുപ്പമുള്ള തൻ്റെ തീരുമാനത്തിൽ ഒരു കരടിയുടെ പിടിമുറുക്കത്തോടുകൂടി തന്നെ നിന്ന് സ്ഥലം വിടുമ്പോൾ അവർ അത്രയും ദൃഢമായി സ്നേഹിക്കുന്ന അതേ മകൻ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുമ്പോൾ ഈ കുടുംബത്തിലേക്ക് ഒരു അപരിചിതയായി കടന്നു വന്ന പുത്രനാൽ പരിത്യക്തരായവരെ ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എന്തൊരു ഉത്തരവാദിത്വമാണത് ഉള്ളത്. കുറച്ചിടെ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ തുടർന്നു, വളരെ ദയനീയമായി കണ്ണുനീരൊഴുകിക്കൊണ്ട് തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് കരഞ്ഞപേക്ഷിച്ച അമ്മയോട് തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കണമെന്ന് അങ്ങ് നിർബന്ധിച്ചതായി ഞാൻ അറിഞ്ഞു. ഭർത്താവിനെ ശുശ്രൂഷിക്കുകയാണ് ഭാര്യയുടെ അതിപ്രധാന കർത്തവ്യമെന്ന് അങ്ങ് അവരോട് പറഞ്ഞു. താൻ ഗർഭം ധരിച്ച് പ്രസവിച്ച പുത്രനോടുള്ള വാത്സല്യം മൂലം തന്നെ പരിണയിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ അത് ഇക്ഷ്വാകു വംശത്തിന് അതിരറ്റ അപമാനവും വരുത്തുമെന്നും അങ്ങ് പറഞ്ഞു. അങ്ങ് അവരുടെ മുമ്പാകെ വിലമതിക്കാനാവാത്ത ഇത്തരം ധാർമ്മിക നിയമങ്ങളെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞു. പക്ഷേ എൻ്റെ സമീപം വന്ന ഉടനെ ആ ഉപദേശം മാറ്റി ഭർത്താവിനെയല്ല, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സേവിക്കുകയാണ് അതിപ്രധാനമായ കർത്തവ്യം എന്ന് പറയാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതൊന്ന് ചിന്തിക്കൂ. ഏതാണ് ശരിയായ സ്വീകാര്യമായ ഉപദേശം? ഭാര്യയ്ക്ക് ഭർത്താവ് ദൈവമാണ്. ഇത് കൗസല്യയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഒരപവാദവുമില്ലാതെ ലോകത്തിലെല്ലായിടവുമുള്ള മുഴുവൻ
മുഴുവൻ സ്ത്രീകൾക്കുമുള്ള ഉപദേശമാണ്. അങ്ങ് വ്യക്തമായും ഈ സത്യം മറന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് അങ്ങയുടെ ഇപ്പോഴുള്ള ആഗ്രഹത്തിന് അനുഗുണമല്ലാത്തത് കൊണ്ട് തന്നെ കൗസല്യയുടെ മുമ്പാകെ അങ്ങ് ഉദ്ധരിച്ച ധാർമ്മിക നിയമം എനിക്ക് ഏത് വിധമാണ് ബാധകമല്ലാത്തത് എന്ന് വിശദീകരിക്കാൻ അങ്ങയ്ക്ക് സാധ്യമല്ല. അങ്ങ് എത്ര ദീർഘമായി വാദിച്ചാലും എന്ത് സ്ഥാപിച്ചാലും അങ്ങയുടെ കാലടിപ്പാടുകൾ സഞ്ചരിക്കുക എന്ന തീരുമാനം ഞാൻ ഉപേക്ഷിക്കുകയില്ല. അങ്ങയുടെ കൽപ്പന ലംഘിച്ചതിന് അങ്ങേക്ക് എന്നെ കൊല്ലാം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് അങ്ങില്ലാതെ ജീവിക്കാനാവില്ല. രാമചന്ദ്ര, വനത്തിലേക്കുള്ള നാട് കടത്തലിനെ സംബന്ധിച്ച് അങ്ങ് സംസാരിച്ച ഉടനെ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ ഓർത്തു. എനിക്കപ്പോൾ ആനന്ദത്തള്ളലുണ്ടായി. അന്ന് ഞാൻ അമ്മയുടെ മടിയിലിരിക്കുകയായിരുന്നു. അമ്മ എനിക്ക് വിധി കരുതി വെച്ച ഭർത്താവിനെ സംബന്ധിച്ച ഉത്കണ്ഠയിൽ നിമഗ്നനായി എൻ്റെ തലമുടി തലോടുകയായിരുന്നു. എൻ്റെ വരൻ ധർമ്മിഷ്ഠയുള്ളവനായിരിക്കുമോ, വിശിഷ്ട ഗുണങ്ങളുള്ളവനായിരിക്കുമോ എന്നെല്ലാം അവർ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഉടനെ ഒരു പരിചാരിക അവിടുന്ന് ഒരു സന്യാസിനി കാണാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു. അവർ എന്നെ എടുത്ത് പതുക്കെ നിലത്തിരുത്തി സന്യാസിനിയെ ദർശിക്കാൻ പോയി. അമ്മയോടൊപ്പം ഞാനും പോയി. അമ്മ സന്യാസിനിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നോടും അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ചു. ഞാനും നമസ്കരിച്ചു. സന്യാസിനി എന്നെ ആപാദചൂടം സൂക്ഷിച്ചു നോക്കി. അവർ പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ കുട്ടി ഭർത്താവ് ഒന്നിച്ച് കുറേ കാലം കാട്ടിൽ കഴിയും. ഇത് കേട്ട് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനിയും അവൾ ഭർത്തൃമതിയല്ല, അവൾ ഭർത്താവും ഒരുമിച്ച് കാട്ടിൽ കഴിയുമെന്ന് പറയുന്നു. സന്യാസിനി അപ്പോൾ വിശദീകരിച്ചു, വിവാഹത്തിന് ശേഷം അവൾക്ക് ഭർത്താവിനോടൊന്നിച്ച് കുറച്ചു കാലം കാട്ടിൽ താമസിക്കേണ്ടി വരും. ഇത് പറഞ്ഞവർ പോയി. ആ ദിവസം മുതൽ ഭർത്താവിനോടൊന്നിച്ച് കാട്ടിൽ പോയി കുറേ കാലം കഴിച്ചുകൂട്ടാൻ കഴിയുന്ന ആ സന്ദർഭത്തെ ചിത്തോദ്യോഗത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ആ അവസരമായി. എന്നെ സന്തുഷ്ടയാക്കി എന്നെ കൂടെ കൊണ്ടുപോകൂ. സീത രാമൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞപേക്ഷിച്ചു. രാമൻ്റെ മനസ്സലിഞ്ഞു. അവിടുന്ന് ദേവിയെ പതുക്കെ എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, സീതേ, മറ്റാരോടാണ് ഞാൻ എൻ്റെ തീരുമാനത്തിൻ്റെ രഹസ്യോദ്ദേശത്തെ വിശ്വാസപൂർവ്വം അറിയിക്കുക? കേൾക്കൂ, നീ യുവതിയാണ്. കാട്ടിൽ തപസ്വികളും സന്യാസിമാരും മഹർഷിമാരും നിറഞ്ഞ അനേകം ആശ്രമങ്ങളുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട സേവനം ചെയ്യാനും അവരുടെ നേരെ ആദരവ് പ്രകടിപ്പിക്കാനും എനിക്ക് അവരുടെ അടുത്തേക്ക് പോകേണ്ടി വരും. രാജാക്കന്മാരും രാജകുമാരന്മാരും അവിടെ ഉണ്ടായെന്ന് വരാം. നായാട്ടിന് വരുന്ന അവർ മഹർഷിമാരെ ചെന്ന് വണങ്ങാനും അവരുടെ അനുഗ്രഹം നേടാനും എത്തിയിരിക്കും. അവരുടെ ദൃഷ്ടി നിന്റെ മേൽ പതിയും. അതിൻ്റെ ഫലമായി പ്രശ്നങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാവും. ഞാൻ താപസവേഷത്തിലായതുകൊണ്ട് അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഉചിതമായിരിക്കുകയില്ല. ഇക്കാരണം കൊണ്ടെങ്കിലും നീ അയോധ്യയിൽ തന്നെ നിൽക്കണം. സീതയ്ക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സ്വന്തം കാരണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ദേവി പറഞ്ഞു, രാമ, സാധാരണ കൂട്ടത്തിൽപ്പെട്ടവരെന്ന പോലെ കെട്ടുകഥകൾ നെയ്ത് അങ്ങനെ വഞ്ചിക്കുന്നത് ന്യായമല്ല. രാമൻ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ ദേവാദിദേവന് പോലും എന്നെ ഒന്ന് നോക്കാൻ പോലും കഴിയുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ആ നിമിഷം അവർ ചാമ്പലാകപ്പെടുകയില്ലേ? ഇല്ല, ഇക്കാരണത്താൽ അങ്ങയ്ക്ക് എന്നെ ഇവിടെ നിർത്തിപ്പോകാൻ സാധ്യമല്ല. ഈ ഹേതുവിന്മേൽ അങ്ങയ്ക്ക് സ്വന്തം ധർമ്മത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഞാൻ അങ്ങയോട് ചിലത് പറയട്ടെ. അങ്ങ് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ വിധി എന്തായിരിക്കും? ഞാൻ അയോധ്യയിൽ ഏകാഗ്നിയായിരിക്കും. അങ്ങിപ്പോൾ വിസ്തരിച്ചു പറഞ്ഞ തരം സംഭവങ്ങൾ ഇവിടെയും സംഭവിച്ചുകൂടായില്ലല്ലോ. അല്ലെങ്കിൽ അന്യരുടെ ദാമ്പത്യ സുഖം കണ്ട് പൊറുക്കാനാവാത്ത മനോവേദന ഞാൻ അനുഭവിച്ചു എന്ന് വരാം. അതുകൊണ്ട് എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയാതിരിക്കൂ. എന്നെ കൂടെ കൊണ്ടുപോകൂ. അങ്ങനെ അങ്ങേക്ക് എൻ്റെ പ്രശസ്തി ലോകം മുഴുവനും എന്നേക്കും വ്യാപിക്കട്ടെ. അങ്ങയുടെയും എൻ്റെയും പ്രശസ്തി ലോകം മുഴുവനും എന്നേക്കും വ്യാപിക്കട്ടെ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, അങ്ങ് രാമചന്ദ്രൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ്. അങ്ങനെ രാമൻ എന്ന ചന്ദ്രൻ കാട്ടിലും അതിൻ്റെ ശീതളചന്ദ്രിക ദൂരെ അയോധ്യയിലും. ഇത് എങ്ങനെ ശരിയാകും? ചന്ദ്രൻ എവിടെയാണോ അവിടെ തന്നെയല്ലേ ചന്ദ്രികയും വേണ്ടത്. അതുകൊണ്ട് ഈ വിരഹം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവ രണ്ടും എന്നും ഒന്നിച്ചായിരിക്കും, ഒരിക്കലും വിട്ടുപിരിയാതെ. ഈ രണ്ടും വിട്ടുപിരിയുകയാണെങ്കിൽ ഏതോ അസാധാരണമായ ആകസ്മിക സംഭവത്തിൻ്റെ ആഗമനത്തിലുള്ള തെളിവായിരിക്കും അത്. അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും ശിഷ്ടന്മാരെ നാശത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്ന നവയുഗം കുറിക്കുന്ന ഒരു മഹാശ്രമത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി അങ്ങനെ വരാം. ഇപ്പോൾ അങ്ങനെ ഒരു ആപൽഘട്ടമൊന്നുമില്ലാത്തതിനാൽ നമ്മുടെ വിരഹം അസാധ്യമാണ്. അത് സംഭവ്യമല്ല. ജഗദംബികയായ സീത യാതൊരു എതിർപ്പും സഹിക്കയില്ല എന്ന വിധം ദൃഢമായ
സ്വരത്തിലാണ് ഇത്രയും സംസാരിച്ചത്. രാമൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. സീതേ, ദേവിക്ക് പരിക്കൻ പാറ നിറഞ്ഞ നിലത്ത് ഉറങ്ങേണ്ടി വരും, മരവുരി ധരിക്കേണ്ടി വരും, ഫലമൂലങ്ങൾ അശിക്കേണ്ടി വരും. ആ ഭക്ഷണം തന്നെ എല്ലാ ദിവസവും ലഭിക്കാൻ പ്രയാസമായിരിക്കും. ഓരോ കാലമാറ്റത്തിനനുസരിച്ചായിരിക്കും അവയുടെ ലഭ്യത. അവ കിട്ടുന്നില്ലെങ്കിൽ ദിവസങ്ങളോളം വിശപ്പ് സഹിക്കേണ്ടി വരും. കാട്ടിൽ രാക്ഷസവർഗങ്ങളുണ്ട്. അവർ നിരവധി തന്ത്രങ്ങൾ അറിയാവുന്നവരാണ്. നരമാംസം അവർക്ക് വളരെ ആസ്വാദ്യമായ ഭക്ഷണമാണ്. കാട്ടിലെ ജീവിതത്തിൻ്റെ കഠിനവേദനകളെ പൂർണ്ണമായി വർണ്ണിക്കാൻ അസാധ്യമാണ്. നിനക്ക് ഈ ഭീകരതകളും കൊടിയ ദുരിതങ്ങളും സഹിക്കാനാവുകയില്ല. ഈ രാജ്യഭ്രഷ്ട ജീവിതത്തിൽ നീ എന്നെ അനുഗമിച്ചാൽ ജനങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയും പഴി പറയുകയും ചെയ്യും. മാനസ സരസിലെ അമൃതജലം പാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ദിവ്യഹംസം കടലിലെ ഉപ്പുവെള്ളം കുടിച്ച് എങ്ങനെ ജീവിക്കും? ഇളം തളിരുകളുള്ള മാവുകൾ നിറഞ്ഞ തോട്ടത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുന്ന കോകിലം എങ്ങനെയാണ് ഒരു പച്ചപ്പുൽത്തുണ്ടുള്ള നിലത്തിൽ സന്തോഷവും ഒന്നുമില്ലാതെയും കഴിയുക? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ലവണ്ണം ചിന്തിക്കൂ. വീട്ടിൽ തന്നെ കഴിയുകയാണ് ദേവിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. വളരെ മൃദുവും മധുരവുമായ രീതിയിൽ രാമൻ സംസാരിച്ച വാക്കുകൾ സീത ശ്രദ്ധിച്ചു. പക്ഷേ ഈ സമയം അത്രയും അവൾ അധോമുഖിയായി തന്നെ നിലകൊണ്ടു. കണ്ണുനീർ കവിൾത്തടങ്ങൾ കൂടി ധാരയായി ഒഴുകി. അവൾ ഒരു സ്തംഭം പോലെ ഇളക്കമില്ലാതെയും ഇളക്കപ്പെടാനാവാതെയും സ്ഥിതി ചെയ്തു. അവളുടെ കണ്ണുനീർ തുടർച്ചയായി നിലത്തു വീണുകൊണ്ടിരുന്നു. സീതയുടെ ക്ലേശം കണ്ട് സഹിക്കാൻ രാമന് കഴിഞ്ഞില്ല. രാമൻ ഉന്നയിച്ച തടസ്സങ്ങൾക്ക് സമാധാനം പറയാൻ സീതയ്ക്ക് വാക്ക് കിട്ടിയില്ല. അവസാനം ദേവിക്ക് വികാരം ഒരുവിധം നിയന്ത്രിക്കാനും ദുഃഖം വിഴുങ്ങാനും കഴിഞ്ഞു. സീത പറഞ്ഞു, ഓ എൻ്റെ പ്രാണനാഥ, അങ്ങ് എല്ലാ നന്മയുടെയും ശുഭത്തിൻ്റെയും ഭണ്ഡാകാരമാണ്. ഞാൻ അങ്ങയിൽ നിന്നും വേർപിരിഞ്ഞാൽ സ്വർഗവും കൂടി ഭയങ്കര നരകമാകും. മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കന്മാർ, മക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുജനങ്ങൾ ഇവരെല്ലാം തന്നെ നന്മയുടെ ഉജ്ജ്വലമായ ഭണ്ഡാരപ്പുരകളായിരിക്കാം. പക്ഷേ കുലസ്ത്രീക്ക് അവളുടെ ഭർത്താവ് മാത്രമാണ് ശക്തിയുടെയും ആനന്ദത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉറവിടം. അദ്ദേഹത്തിന് മാത്രമേ അവൾക്ക് സന്തോഷവും സുഖവും പ്രദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഭർത്താവ് ഒഴികെ അവളെ നയിക്കാനും കാക്കാനും അവൾക്ക് മറ്റാരുമില്ല. അദ്ദേഹമാണ് അവളുടെ അഭയസ്ഥാനം, വിശ്രമസ്ഥാനവും. പ്രഭു, ഭർത്താവ് ഭാര്യയിൽ നിന്നും അകലെയാകുമ്പോൾ അവർക്ക് ശരീരം, വീട്, നഗരം, രാജ്യം, കുന്നുകൂടിയ ധനം എല്ലാം വേദനയുടെയും സങ്കടത്തിൻ്റെയും ഉറവിടങ്ങൾ എന്ന പോലെ അനുഭവപ്പെടുക. അവളുടെ ഹതചിത്തത്തിന് ആനന്ദം നൽകാൻ അവയ്ക്ക് കഴിയുകയില്ല. അവൾക്ക് പ്രാണനാഥൻ ദൂരെയാകുമ്പോൾ മാധുര്യവും കയ്പായി മാറും, സന്തോഷം രോഗമാകും. ഞാൻ ആഗ്രഹിക്കുന്ന ആനന്ദമെല്ലാം അങ്ങയിലാണ് കേന്ദ്രീകരിക്കുന്നത്. ഹേമന്തകാലത്തെ പൂർണ്ണചന്ദ്രനെ പോലെ അത്രയും പ്രകാശമുള്ളതും സുഖദായകവുമായി പ്രശോഭിക്കുന്ന അങ്ങയുടെ മുഖത്തിൽ ഞാൻ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഹർഷോന്മാദത്തിന് സമാനമായി മറ്റൊന്നുമില്ല. ഞാൻ അങ്ങയോടൊപ്പം വനത്തിലാവുമ്പോൾ അവിടുത്തെ പക്ഷികളും മൃഗങ്ങളുമായിരിക്കും എൻ്റെ ബന്ധുക്കൾ. വനമായിരിക്കും ഞാൻ സ്നേഹിക്കുന്ന നഗരം. മരവുരിയായിരിക്കും പട്ടുവസ്ത്രങ്ങൾ. അവിടുത്തെ പർണശാല സ്വർഗീയ മന്ദിരം പോലെ എനിക്ക് ആനന്ദപൂർണമായ വസതിയായിരിക്കും. കാട്ടിലെ യക്ഷികളും ദേവന്മാരും ആരണ്യവൃക്ഷദേവന്മാരും എൻ്റെ ഭർത്തൃമാതാപിതാക്കന്മാരായിരിക്കും. ഞാൻ അവരെ ഭയഭക്തിയോടെ ആദരിക്കും. ഞാൻ അങ്ങയുടെ കൂടെ ആവുമ്പോൾ പുല്ലിൻ കറ്റകൾ പുഷ്പദളങ്ങളും ശയനത്തിന് എത്രയും മൃദുത്വവും നൽകും. പ്രേമദേവതയ്ക്ക് ഇതിലപ്പുറം അഭിലഷിക്കുവാൻ സാധ്യമല്ല. അങ്ങ് പറഞ്ഞ ഫലമൂലാദികൾ ദിവ്യാമൃതത്തിന് തുല്യമായ മാധുര്യവും പ്രാണധാരണ ശക്തിയും ഉള്ളവയായിരിക്കും. ഒരു കോണിയുടെ പടികൾ ഇറങ്ങി മറ്റൊരു കോണിയുടെ പടികൾ കയറുന്നത് പോലെ സന്തോഷമായി ഞാൻ ഒരു കുന്നിൻ ചെരിവിറങ്ങി മറ്റൊരു കുന്നിൻ ചെരുവിലേക്ക് കയറും. അതത്രയും എളുപ്പവും സന്തുഷ്ടകരവുമായിരിക്കും. എല്ലാ ദിവസവും അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ ദർശനത്താൽ ഞാൻ അത്യാനന്ദം അനുഭവിക്കും. കൂടാതെ എല്ലാ ദിവസവും എല്ലാ സമയത്തും അങ്ങയെ സേവിക്കാൻ എനിക്കുള്ള സുവർണ അവസരം ഇതായിരിക്കും. ഈ അമൂല്യമായ സന്ദർഭം നഷ്ടമാപ്പെടുകയാണെങ്കിൽ എനിക്ക് ആ പ്രാണവേദന എങ്ങനെ അതിജീവിക്കാൻ കഴിയും? അല്ലയോ കരുണാനിധേ, എന്നെ ഇവിടെ വിട്ടിട്ട് പോകരുതേ, എന്നെയും കൊണ്ടുപോകണേ. യഥാർത്ഥത്തിൽ അങ്ങയുടെ ചെവികളിലേക്ക് ഈ അലട്ടലുകളൊന്നും ഒഴിക്കേണ്ട.
യാതൊരു ആവശ്യവും എനിക്കില്ല. കാരണം അങ്ങ് എല്ലാ ജീവികളിലും നിവസിക്കുന്നു. അവ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം അങ്ങ് അറിയുകയും ചെയ്യുന്നു. അങ്ങയോടൊപ്പം ഉണ്ടാകാനുള്ള ഈ അവസരത്തിനായി എൻ്റെ ഹൃദയം എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് അങ്ങറിയുമ്പോൾ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ പ്രഭു. ഞാൻ കീഴോട്ട് വലിച്ചെറിയപ്പെട്ടവളാണ്, ഭാഗ്യഹീനിയാണ്. അങ്ങ് എന്നെ വെടിഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങേക്ക് ദുഷ്പേരുണ്ടാവും. അങ്ങയിലെല്ലാം ഉത്കൃഷ്ട ഗുണങ്ങളുമുണ്ട്. അപ്പോൾ എനിക്ക് കാരുണ്യം നിഷേധിക്കുന്നത് എന്തിനാ? അങ്ങയിൽ നിന്നും വിരഹിണിയായി 14 വർഷം എനിക്ക് ജീവിക്കാൻ കഴിയുമോ? 10 നിമിഷങ്ങൾ പോലും എനിക്ക് അങ്ങേ വിട്ട് ജീവിക്കാൻ സാധ്യമല്ല. എൻ്റെ അപേക്ഷ സ്വീകരിക്കൂ. എൻ്റെ നേരെ അല്പം കരുണ കാണിക്കൂ. ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകാൻ എന്നെ എതിർക്കാനോ ഉപദ്രവിക്കാനോ ആർക്കെങ്കിലും ധൈര്യം വരുമോ? എന്തിന് ഒരാളും തന്നെ എന്നെ ഒന്ന് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല. കുറുക്കനോ മുയലിനോ കണ്ണു തുറന്ന് സിംഹത്തിൻ്റെ നേരെ ഒന്ന് നോക്കാൻ ധൈര്യമുണ്ടാവോ? ഞാൻ എത്ര ലോലയോ ദുർബലയോ അല്ല. സത്യം പറയുകയാണെങ്കിൽ അങ്ങാണ് മൃദുലതയുടെ മൂർത്തിമദ്ഭാവം. ഭൂമിയാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ എവിടെ പോകാനും എല്ലാ അധികാരവും ശക്തിയുമുണ്ട്. യഥാർത്ഥത്തിൽ സുഖമാണ് ജീവിതത്തിൽ അങ്ങയുടെ വിഹിതം. എൻ്റെ ദുഃഖവും സ്ഥിതി അപ്രകാരമായിരിക്കെ അങ്ങെന്തിനാണ് വസ്തുതകൾ തലകീഴാക്കി എനിക്ക് നിരാശയുണ്ടാക്കുന്നത്? അത് ശരിയല്ല. അങ്ങേക്ക് ചെയ്യാൻ അസാധ്യമായ പ്രവൃത്തികൾ ഒരു ലീലയെന്ന പോലെ നിർവഹിക്കാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സ്വന്തം പരാക്രമത്തെപ്പറ്റി ഊറ്റം കൊണ്ടിരിക്കുന്ന രാജാവിനും ഉയർത്താനാവുന്ന ആ ശിരസ് ഞാൻ എളുപ്പത്തിൽ എടുത്ത് നീക്കിവെച്ച കഥ പൂർണ്ണമായും അങ്ങേക്കറിയാമല്ലോ. സ്വന്തം പരാക്രമത്തെപ്പറ്റി ഊറ്റം കൊണ്ടിരുന്ന രാജാവിനും ഉയർത്താനാവാതിരിക്കുന്ന ആ ശിവധനുസ് ഞാൻ എളുപ്പത്തിലെടുത്ത് നീക്കിവെച്ച കഥ പൂർണ്ണമായും അങ്ങേക്കറിയാമല്ലോ. അങ്ങ് എൻ്റെ കഴിവുകളെ സംശയിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. എൻ്റെ വീര്യവും കുശലതകളും അങ്ങയുടേതിൽ നിന്നും ഒട്ടും താഴെയില്ല. അതുകൊണ്ട് എനിക്ക് അനുമതി നൽകൂ. എന്നോടൊപ്പം അത്യന്തം ആനന്ദത്തോടുകൂടി പോകാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. സീത താണുവണങ്ങി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമപാദങ്ങൾ വീണു. സീതയുടെ ആഗ്രഹം ഇനിയും തടസ്സപ്പെടുത്തുന്നത് ശരിയാവുകയില്ല എന്ന് രാമന് തോന്നി. അദ്ദേഹം അതിന് വഴങ്ങാൻ തീർച്ചയാക്കി. അദ്ദേഹം പറഞ്ഞു, സീതേ, ദുഃഖം ഉപേക്ഷിക്കൂ, സങ്കടപ്പെടേണ്ടതില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകാനും വനയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ വേഗം ചെയ്തുകൊള്ളൂ. രാമചന്ദ്രൻ പറഞ്ഞ് ഈ മധുരവാക്കുകൾ കേട്ട് സീത വിജയാഹ്ലാദം അനുഭവിച്ചു. ദേവിയുടെ ഹൃദയം അതിരറ്റ ആനന്ദം കൊണ്ട് നിറഞ്ഞു. സീത പറഞ്ഞു, എന്തൊരുക്കങ്ങൾ! കാട്ടിൽ ജീവിക്കുന്നതിന് എന്തൊരുക്കമാണ് കൂട്ടേണ്ടത്! ഞാൻ എനിക്ക് ആവശ്യമുള്ളതുമായി യാത്രയ്ക്ക് എപ്പോഴേ തയ്യാറാണ്. കാരണം എനിക്ക് അങ്ങയെ മാത്രമേ വേണ്ടൂ. മറ്റൊരാവശ്യവും എനിക്കില്ല. ഈ നിമിഷം ഞാൻ അങ്ങയെ അനുഗമിക്കാം. എനിക്ക് വേണ്ടതെല്ലാം അങ്ങയുടെ വശമുണ്ട്. അങ്ങയിൽ കൂടുതലായി എനിക്കൊന്നും ആവശ്യമില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവി രാമൻ്റെ കരം ഗ്രഹിച്ച് മുന്നോട്ട് നീങ്ങി. രാമൻ പറഞ്ഞു, സീതേ, ഇതാലോചിക്കൂ. നീ 14 വർഷത്തേക്ക് അയോധ്യയിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നീ സ്നേഹപൂർവ്വം അരുമയായി വളർത്തുന്ന തത്തകളെയും മറ്റു പക്ഷികളെയും തുറന്നുവിടൂ. നീ വാത്സല്യത്തോടുകൂടി വളർത്തുന്ന പശുക്കൾ അവ വേണ്ട പോലെ പരിപാലിക്കപ്പെടുന്നതിനായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യൂ. നീ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, മറ്റു വസ്തുക്കൾ എല്ലാം ജനങ്ങൾക്ക് വിതരണം ചെയ്യൂ. അല്ലെങ്കിൽ അവ തുരുമ്പ് പിടിച്ച് നശിക്കും. അതിനേക്കാൾ നന്ന് അവ ഉപയോഗപ്പെടാൻ സൗകര്യപ്പെടുത്തുകയാണ്. ഈ അഭിപ്രായം കേട്ടപ്പോൾ സീത ഉടനെ കൂടുകൾക്കടുത്ത് ചെന്ന് പക്ഷികളോട് പറഞ്ഞു, പോകൂ, ഞങ്ങളെപ്പോലെ മനോഹരമായ വനത്തിൽ ഞങ്ങളെപ്പോലെ സ്വതന്ത്രരായി ജീവിക്കൂ. ദേവി കൂട് തുറന്നവയെ മോചിപ്പിച്ചു. അനന്തരം ഗോശാലയിലേക്ക് പോയി. സ്വാദുള്ള പല സാധനങ്ങളും പശുക്കളെ തീറ്റി അവർ അവയെ സ്വീകരിക്കാനുള്ള ബ്രാഹ്മണരോട് സംസാരിച്ചു. ദേവിയുടെ കോമളവദനം ആനന്ദം കൊണ്ട് പ്രകാശിച്ചിരുന്നു. ഇവയെല്ലാം ദാനം ചെയ്യുന്നത് കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം അവരുടെ ആസന്നമായ വനയാത്രയോർത്ത് സങ്കടം കൊണ്ടുരുകി. അവർ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കി. കാരണം സീതയുടെ ഹൃദയവിശാലതയും അവയ്ക്കെല്ലാം ഉപരി നാട് കടത്തപ്പെട്ട ഭർത്താവിനോടുകൂടി കാട്ടിൽ പോകാനുള്ള പ്രത്യാശയിൽ അവരുൾക്കൊള്ളുന്ന അമിതാഹ്ലാദവും അവരുടെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു. സീതയ്ക്കുണ്ടായിരുന്ന ഹർഷോന്മാദം ഏതൊരു കവിയുടെ തൂലികയ്ക്കും വർണ്ണിക്കാൻ അസാധ്യമായിരുന്നു. ഇതിനിടയിൽ ലക്ഷ്മണൻ അമ്മയുടെ അനുവാദം വാങ്ങി വന്ന് അവരോട് ചേർന്നു. മൂവരും മുന്നോട്ടു നീങ്ങി. സായിറാം.